പുതിയൊരു സ്വാഗതം. നമ്മളൊരു സ്പാർക്ക് കാർബറേറ്ററിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാർബറേറ്റർ ഈ ഒരു എഫ്സിക്ക് നമുക്ക് വെച്ചിട്ടുണ്ട്. എഫ്സിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. മിസ്സിങ് കാര്യങ്ങൾ അതേപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഈ വണ്ടിക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ആക്സിലേറ്റർ പോലും കൊടുക്കണ്ട. ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി നോർമലായിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ എഫ്സിയിലെ കാർബറേറ്ററെ വെച്ച് ആക്സിലേറ്റർ കൊടുത്ത് വേണം ഒരുവിധം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ കണ്ടു നമുക്ക് ആക്സിലേറ്റർ പോലും കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ സ്ലോ സ്പീഡ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നിൽക്കുകയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എച്ച് യൂസ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. ഇതിനുള്ള മിസ്സിങ് കാര്യങ്ങളും മൈലേജ് ഷോട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബറേറ്റർ ഒഴിച്ചാൽ മതി. സ്പാർക്കോയാണ്. സ്പാർക്കോയുടെ കാർബറേറ്റർ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം. സ്പാർക്കോയുടെ കമ്പനിയാണത്. ഇതാണ് കാർബറേറ്റർ. കാർബറേറ്ററിന്റെ വില എന്ന് പറഞ്ഞാൽ 2990 രൂപ വില വരുന്ന ഈ ഒരു കാർബറേറ്ററിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സാധനമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വെച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കാർബറേറ്റർ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കായിട്ട്. ഇതാണ് നമ്മുടെ ആ കാർബറേറ്റർ. ഈ കാർബറേറ്റർ കണ്ടോ വാക്യൂം സിസ്റ്റം ഇല്ലാത്തൊരു ടൈപ്പാണ്. ഡയറക്റ്റ് നിന്ന് നമുക്ക് ആക്സിലേറ്റർ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് കാർബറേറ്ററാണ്. അതാണ് കൺവെർട്ടർ കാർബറേറ്റർ എന്ന് പറഞ്ഞ ടൈപ്പ് കാർബറേറ്ററാണ്. ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം.